ഏതൊരു മുസ്ലിമിന്റെ ഖബറും അവര് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തുവാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇതിൽ ഷഹീദും അതേപോലെ തന്നെ നബിയും വലിയും എല്ലാവരും ഒരേപോലെയാണ്. ആരുടെ ഖബറും ഭൂമിയിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒന്ന് നബിയാണ്, മറ്റൊന്ന് സിദ്ദീഖാണ്, മറ്റൊന്ന് ഷഹീദാണ്. ഇങ്ങനെ മൂന്നാളുകളല്ലേ മദീനയിൽ ഒരു റൂമിന്റെ അകത്തുള്ളത്. ആ മൂന്ന് ഖബറുകളും കെട്ടി ഉയർത്തപ്പെട്ട നിലക്കാണോ ആ ഖബറുകൾ കണ്ട മഹാന്മാര് അവരുടേതായ വഫാത്തിന്റെ ശേഷം ആ ഖബറുകൾ കണ്ട താബിഈങ്ങളൊക്കെ പറഞ്ഞതെന്താണ്? ഈ മൂന്ന് ഖബറുകളും ഞങ്ങൾ കണ്ടപ്പോൾ അത് കൃത്യമായ നിലക്ക് ഭൂമിയിൽ നിന്ന് ഒരു ചാണ് മാത്രം ഉയരത്തിലാണ് ഞങ്ങൾ കണ്ടതെന്ന് ആദ്യകാല നൂറ്റാണ്ടിലുള്ള മഹാന്മാര് പറയുമ്പോൾ ഇവിടെ ഇതാ ഔലിയാക്കൾ എന്ന പേരിൽ, ശുഹദാക്കൾ എന്ന പേരിൽ, പലരുടെയും പേരിൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഖബറുകളതാ കെട്ടി ഉയർത്തുന്നു. വലിയ വലിയ ഉയരത്തിൽ അതിനെ പെയിന്റ് അടിച്ച് മനോഹരമാക്കി വെക്കുന്നു. അതുപോലെ തന്നെ അതിന്മേൽ വർണ്ണപ്പട്ടുകൾ കൊണ്ട് മൂടുന്നു. അവിടെ അതാ പൂമാലകൾ ചാർത്തുന്നു. അവിടെ വലിയ നിലവിളക്കുകൾ കൊളുത്തിക്കൊണ്ട് അവിടേക്ക് എണ്ണയും തിരിയും നേർച്ചയാക്കുന്നു. അവിടെ വെച്ചിട്ടുള്ള നേർച്ചപ്പെട്ടിയിലേക്ക് കാശ് നേർച്ചയാക്കുന്നു. അവിടേക്ക് വിവിധങ്ങളായ വസ്ത്രങ്ങളും നാളികേരവും പച്ചക്കറികളും അതുപോലെ തന്നെ കോഴികളെയും ആടുകളെയും ഒക്കെ അങ്ങോട്ട് നേർച്ചയാക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം? ഇവർക്ക് ഞങ്ങളുടെ നേർച്ചയുടെ സമയത്ത്, ഞങ്ങൾ ഇവരെ സിയാറത്ത് ചെയ്യുമ്പോഴാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ, ഇവർക്കൊക്കെ ഞങ്ങളെ കാണാനും കേൾക്കാനും അറിയാനുമൊക്കെ എല്ലാ അർത്ഥത്തിലും കഴിവുണ്ട്. അവർ സദാ ഞങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അവർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അവർ സഹായിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് അവരെ സമീപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്ലാമല്ല. ഇതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ലോകത്ത് വന്ന ഷഹീദുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തർക്കമില്ലാത്ത ശുഹദാക്കൾ, ബദർ ശുഹദാക്കൾ, ഉഹദ് ശുഹദാക്കൾ, ഇനി നബിമാർ. ആ നബിമാരുടെ ഖബറുകൾ നമ്മൾ ആരുടെ മാർഗത്തിൽ ചേർക്കണമെന്നാ റബ്ബിനോട് ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് ചേർത്ത് തരണം. ഇതല്ലേ നിസ്കരിക്കുമ്പോൾ ഉമ്മാ പെങ്ങളെ നമ്മളെല്ലാവരും ചോദിക്കുന്നത്. അതാരൊക്കെയാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു. നബിമാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. ഈ നബിമാര് എത്ര ഇവിടെ കഴിഞ്ഞുപോയി, സാലിഹീങ്ങൾ എത്ര കഴിഞ്ഞുപോയി, സിദ്ദീഖുകൾ എത്ര കഴിഞ്ഞുപോയി, ശുഹദാക്കൾ എത്ര കഴിഞ്ഞുപോയി. ഉത്തമ നൂറ്റാണ്ടിൽ അവരുടെയൊക്കെ ഖബറുകൾ സഹാബത്ത് കെട്ടിപ്പടുത്തിട്ടുണ്ടോ? നബി തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വിളക്ക് കൊളുത്തിയിട്ടുണ്ടോ? അവിടെ ചന്ദനത്തിരി പുകച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും നേരത്തെ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും പിന്നെയും ഒട്ടേറെ സഹാബിമാരതാ അല്പമകലെയുള്ള ബഖീഉൽ ഖർഖദ് എന്ന് പറയുന്ന ആ ഖബർസ്ഥാനിൽ ആയിരക്കണക്കിന് സഹാബിമാരുണ്ട്. ഉത്തമ നൂറ്റാണ്ടിൽ അവരുടെ ആരുടെയും ഖബറുകൾ കെട്ടിപ്പടുത്തിട്ടില്ല. ഇതൊക്കെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഷിയാക്കളും അതേപോലെയുള്ള ആളുകളും കെട്ടിപ്പടച്ചുണ്ടാക്കിയ ആചാരങ്ങളാണ്. ഉറൂസ് കഴിക്കുക, ചന്ദനക്കുടം കഴിക്കുക, ആണ്ട് നേർച്ച കഴിക്കുക, ദപ്പ് മുട്ടിക്കൊണ്ട് സിയാറത്തിന് പോവുക. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് പഠിപ്പിച്ചത് തന്നെ എന്തിനാണ്? നിങ്ങൾ ഖബർ പോയി കാണണേ. നിങ്ങൾക്കത് മരണചിന്തയുണ്ടാക്കും, നിങ്ങൾക്കത് പരലോക ബോധമുണ്ടാക്കും. ഇതിനാണ് ഖബർ സിയാറത്ത്. ഇത് മുജാഹിദുകൾ ചെയ്യുന്നവരാണ്. അവരുടെ മാതാപിതാക്കളുടെയും ബന്ധപ്പെട്ടവരുടെയും അതുപോലെ തന്നെ നാട്ടിൽ അവർക്ക് സൗകര്യപ്പെടുന്ന അവരുടേതായ ആ നിലക്ക് അവർക്ക് പ്രവേശിക്കുവാൻ കഴിയാവുന്ന മഖബറകളിലൊക്കെ എത്തുമ്പോൾ അവർ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഖബറുകൾ അവരെ കാണുന്നു. എന്തിനാണെന്നോ? റബ്ബേ, എൻ്റെ കൂടെ കഴിഞ്ഞയാള് ഇതാ ഇന്ന് 6 അടി മണ്ണിൽ അദ്ദേഹം ഒറ്റക്കാണ്. അദ്ദേഹത്തിൻ്റെ അമലുകളെ അദ്ദേഹത്തിന് കൂട്ടിനുള്ളൂ. ഞാനും ഇതുപോലെ മരിക്കുമല്ലോ, ഞാനൊന്ന് നന്നാകണമല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമല്ലോ. ഈ ചിന്തകളൊക്കെ ഉണ്ടാകുവാൻ വേണ്ടി അതേപോലെ തന്നെ ആ ഖബറിലുള്ള വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്നും അദ്ദേഹത്തിന് സമാധാനം ചൊരിയണേ എന്നും രക്ഷ നൽകണേ, റഹ്മത്ത് നൽകണേ എന്നിങ്ങനെ ദുആ ചെയ്യാനുമൊക്കെയാണ്
ഖബർ സിയാറത്ത് പഠിപ്പിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് ദപ്പ് മുട്ടിക്കൊണ്ട് സിയാറത്തിന് പോകുന്നത് എന്തിനാണ്? മുസ്തഫയുടെ കാലത്തുണ്ടല്ലോ ദപ്പ്. അവർക്കെന്തേ ദപ്പടിക്കാൻ അറിയില്ലേ? എത്രയെത്ര മഹാന്മാര് ആ ബഖീൽ നബി തങ്ങളുടെ നേതൃത്വത്തിൽ ഖബറടക്കം നടന്നു. അള്ളാന്റെ റസൂൽ സഹാബിമാരോട് ഇതേ ബദർ ശുഹദാക്കളതാ ഷഹീദുകളായ മാസം 17 റമദാനിന്റെ ദിവസം അവരുടെ ഖബറുകൾ നമ്മൾക്കൊക്കെ ഒന്നിച്ചൊന്ന് സന്ദർശിക്കാൻ പോകാം, എല്ലാവരും ഒന്ന് ദപ്പെടുക്കണം, എന്നിട്ട് നമുക്കൊന്ന് ദപ്പടിച്ചുകൊണ്ട് ആടിപ്പാടി ഒന്ന് ബദരീങ്ങളുടെ ഖബറൊന്ന് കാണാൻ പോകാം, അതല്ലെങ്കിൽ ഉഹദീങ്ങളുടെ ഖബറൊന്ന് കാണാൻ പോകാമെന്ന് മുസ്തഫ ആഹ്വാനം ചെയ്തത് എവിടെയെങ്കിലും ഉണ്ടോ? സഹാബത്ത് അങ്ങനെ ചെയ്തോ? മറിച്ചങ്ങനെ ദപ്പടിച്ചുകൊണ്ട് സിയാറത്തിന് പോകുന്ന രീതി, ആ രൂപത്തിലുള്ള സമ്പ്രദായം, പൈശാചികമായ ആ സമ്പ്രദായം അതാരാണ് കൊണ്ടുവന്നത്? ഏത് നബിമാരുടെ മാതൃകയാ ഉള്ളത്? ഏത് സിദ്ദീഖീങ്ങളുടെ മാതൃകയാ ഉള്ളത്? ഏത് ശുഹദാക്കളുടെ മാതൃകയാ ഉള്ളത്? ഏത് സാലിഹീങ്ങളുടെ മാതൃകയാ ഉള്ളത്? അപ്പോൾ ആ ശുഹദാക്കളുടെയും സിദ്ദീഖീങ്ങളുടെയും ഒക്കെ പാത പിൻപറ്റിക്കൊണ്ടുള്ള സ്നേഹമാണ് വേണ്ടത്. മറിച്ച് അവരൊക്കെ പഠിപ്പിച്ച റബ്ബിനോട് മാത്രമുള്ള തേട്ടം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അവരെ തന്നെ വിളിച്ചു തേടുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കടം വീടാൻ വേണ്ടി ബദരീങ്ങളോടാ തേടുന്നത്. അതേപോലെ തന്നെ പ്രയാസങ്ങൾ അകപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബദരീങ്ങളെ നിങ്ങളല്ലാതെ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ബദർ ശുഹദാക്കളെ വിളിച്ച് തേടുകയാണ്, വഹദ് ശുഹദാക്കളെ വിളിച്ച് തേടുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, ഇതിന് നമുക്ക് എവിടെയാണ് മാതൃക? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.